CPIഎമ്മിനെ ആലപ്പുഴ ജില്ലയിൽ വേരോടെ പിഴുതെറിയാൻ തയ്യാറായി നിൽക്കുകയാണ് ജി സുധാകരൻ. ആലപ്പുഴ ജില്ലയിൽ തന്നെ തലപ്പൊക്കമാർന്ന നേതാവ് തന്നെയാണ് CPIഎമ്മിൽ ജി സുധാകരൻ. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മായാതെ അണയാതെ തന്നെ കിടപ്പുണ്ട്. ആർ നാസറും എച്ച് സലാമും അതുപോലെ എ മാരിഫും ചേർന്നുകൊണ്ട് SDPIയുമായി സഹകരിച്ചു പോകുന്ന ഈ തട്ടിപ്പ് പ്രവർത്തനങ്ങളെ പൊളിച്ചെടുക്കാൻ ജി സുധാകരനും സംഘത്തിനും കഴിയും എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിണറായി വിജയനും മരുമകനും ചേർന്ന് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് ജി സുധാകരൻ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കളികൾ CPIഎമ്മിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ CPIഎം തകർന്ന് തരിപ്പണമായി. ഇനി കേരളം എന്ന ഈ തുരുത്തിൽ മാത്രമാണ് തകരാനുള്ളത്. പല മേഖലകളിലും പാർട്ടി ഗ്രാമങ്ങൾ വെച്ച് ജനാധിപത്യ ധ്വംസനം നടത്തി ആളുകളെ പച്ചയ്ക്ക് കൊല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ പാർട്ടി അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുകയാണ് ഇനി ജി സുധാകരൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മരുമകൻ റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായതിനു ശേഷം ആ വകുപ്പ് അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് എന്ന് ജി സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ നിരവധിയായ മേൽപ്പാലങ്ങൾ എവിടം വരെ പണി കഴിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയതിലാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും അറിഞ്ഞത്. പല രീതിയിലും കോൺട്രാക്ടർമാർ നടത്തുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഹമ്മദ് റിയാസ് വലിയ കള്ളക്കളികൾ നടത്തിയിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്താൻ വേണ്ടിയുള്ള സ്രോതസ്സാക്കി കോൺട്രാക്ടർമാരെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വ്യക്തമായ ധാരണയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നത്. മരുമകനും അമ്മാവനും കൂടി പാർട്ടിയും പാർട്ടി പോളിറ്റ് ബ്യൂറോയും എല്ലാം കൈയടക്കി വെച്ച് കുടുംബ സ്വത്താക്കി മാറ്റിക്കളയാമെന്നുള്ള ധാരണ അത് പൊളിച്ചെടുക്കാൻ ജി സുധാകരനെ പോലുള്ളവർക്ക് കഴിയുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം, ജി സുധാകരനെ കാണാൻ KC വേണുഗോപാൽ എത്തിയപ്പോൾ ജി സുധാകരൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ? KC വേണുഗോപാൽ മുങ്ങിത്താഴാൻ പോകുന്ന തല്ലിപ്പൊളി പാർട്ടിയിലേക്ക് വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന്. അത് അക്ഷരം പ്രതി കുറിക്കൊള്ളുന്നത് പിണറായി വിജയൻ്റെ നെഞ്ചത്ത് തന്നെയാണ്. നിർമ്മല സീതാരാമനുമായി ഒരു രഹസ്യ ഡീലാണ് പിണറായി വിജയൻ നടത്തിയതെന്ന് CPIഎമ്മിൽ പച്ചരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്കാർക്കും പിണറായിയെ ഭയന്ന് കമാന്നൊരു അക്ഷരം മിണ്ടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതോടുകൂടി CPIഎമ്മിൻ്റെ ഉൾജനാധിപത്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തം. ഇനിയുള്ള വരും ദിവസങ്ങളിൽ മരുമകനെ എങ്ങനെയും താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അമ്മാവൻ കട്ടിലിൽ വിശ്രമം കൊള്ളാൻ വേണ്ടിയുള്ള ദീർഘമായ ചിന്തകളിലേക്കാണ് പിണറായി കടന്നുകൊണ്ടിരിക്കുന്നത്.